ഗുഡ് ഈവനിങ് ടു ആൾ. മീഡിയ ടീമിനോടൊപ്പം ഉള്ളത് അണ്ടർ-17 ബോയ്സിന്റെ ചാമ്പ്യന്മാരാണ്. ചാമ്പ്യന്മാരായിരിക്കുന്നത് വേറെ ആരുമല്ല, ചേത്തലാസ് ടീമാണ് കേട്ടോ. അപ്പോൾ ഇവരെ കുറിച്ച് ഒന്ന് പേര് പറയും. ഹൻഷ്, അഫ്സൽ, അഫ്സൽ, ഹൻസീൽ, ഹൻഷും ആൻഡ് അഫ്സലുമാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായിരുന്നോ? ഏതിലായിരുന്നു? ഞാൻ അണ്ടർ-17 തന്നെയാണ്. 14 ചാമ്പ്യനായിരുന്നു. ഇയാളുണ്ടായിരുന്നോ? ഇല്ലല്ല. അപ്പോൾ അണ്ടർ-17 ചാമ്പ്യന്മാരാവുന്നതെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ചേത്തലാമ്പ് എപ്പോഴും ബാഡ്മിൻ്റണിൽ ആധിപത്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 എണ്ണം ഫൈനലുണ്ട് അല്ലേ? 4 എണ്ണം ഫൈനലുണ്ട്. അതിൽ ഒന്നാണിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. 5 എണ്ണം ഫൈനലുണ്ട് അല്ലെ? 5 ഈവൻറ്റിൽ ഫൈനൽ വന്നിരിക്കുന്നതെന്ന് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൽ ഒരെണ്ണം ആദ്യത്തെയാണ് കഴിഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പോൾ ആരായിരുന്നു കോച്ച് ചെയ്ത് നിങ്ങളെ? അക്ബർ സർ, പിന്നെ ഷറഫാറ്റ എന്ന് പറയുന്ന ഒരാൾ. ആരാണ് കോച്ച്? ഫാമിലി സപ്പോർട്ട്. ബാപ്പ കളിക്കാരല്ലേ? അപ്പൊ സപ്പോർട്ട് ഉണ്ടാ? ബാപ്പ ആണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാപ്പ സപ്പോർട്ട് ഉണ്ടാ? മാമ കളിക്കല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളെ കോച്ചായി വന്നല്ലേ? സാറ് മണിക്ഫാൻ സാറാണ്, നമ്മുടെ സുഹൃത്താണ്. സാർ എങ്ങനെ ഇവരെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ വരുമ്പോൾ? നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓൾറെഡി അവര് നമ്മളോടൊപ്പം ഇൻഡോറിൽ കളിക്കാൻ വരുന്ന കുട്ടികളാണ്. അവർ നല്ല കോമ്പിനേഷനാണ് രണ്ടുപേരും. അതുകൊണ്ട് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു വരുമ്പോൾ തന്നെ. ഏത് ടീമിനെയാണ് നിങ്ങൾ പരാജയപ്പെടുത്തിയത്? ആന്ധ്രോത്തിന്. എത്ര സെറ്റായിരുന്നു കളിച്ചത്? 2 സെറ്റ്. അപ്പോൾ ആന്ധ്ര എന്ന് പറഞ്ഞ വലിയ ടീം, വലിയ നാടിനെ 2 സെറ്റിൽ ഇവർ ഫിനിഷ് ചെയ്തു അല്ലേ? വെരി ഗുഡ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.